നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഇടത് സർക്കാരിന്റെ കാലത്ത് തന്നെ 5,64,000 ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവംബർ 1 കേരളം ദരിദ്രമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ. അബ്ദുൽ ഖാദർ മെമ്മോറിയൽ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജില്ലയുടെ ആഘോഷമാക്കി മാറ്റുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളെ ലക്ഷ്യബോധമുള്ള നല്ല പൗരന്മാരാക്കി വളർത്തണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് നിയമസഭാ സമിതി ചെയർമാൻ പി ചിത്തരഞ്ജൻ MLA. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതോടെയാണ് ഇവിടം അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നത്. വാർത്തകൾ വിശദമായി. ഇടതു സർക്കാരിന്റെ കാലത്ത് തന്നെ 5,64,000 ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. രണ്ടാം LDF സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ 5,64,000 ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് മിഷൻ വഴി 4,64,000 വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്ത് പൂർത്തിയായെന്നും നിലവിൽ 1,00,000 വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാർ ജയിച്ചപ്പോൾ പറഞ്ഞ മുഴുവൻ കാര്യം ചെയ്തു. എവിടുന്നാവണം? സർക്കാർ ഇടപെടുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു ഗവൺമെന്റാണ്. അതിന് ധീരമായ നേതൃത്വം കൊടുക്കുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. നല്ല ടീം വർക്കാണ് കേരളം മാറി, ഇനിയും മാറും. ആര് വിചാരിച്ചാലും അതിനെ നടത്താൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പഞ്ചായത്ത് നടക്കുന്ന ഈ പ്രവർത്തനം. ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ മാതൃകാപരമായ പ്രവർത്തനം. ഇനിയും ലോകത്തിലെ എല്ലാ അവാർഡുകളും കിട്ടാനുള്ള സൈറസ് നോക്കുകയാണെന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിനെ മേടിച്ചു. വളരെ മാതൃകാപരമായ പ്രവർത്തനം. വികസനത്തിന് രാഷ്ട്രീയമില്ല കേട്ടോ, അത് മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഒരു കാരണവശാലും വികസനത്തിന് രാഷ്ട്രീയം കാണിക്കും. ഇവിടെ എനിക്കറിയാം, പല പാർട്ടികളുടെ ജനപ്രതിനിധികൾ ജയിച്ചു വന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി ഏത് പാർട്ടി എന്നുള്ളതല്ല, ജയിച്ചു കഴിഞ്ഞാൽ അവർ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്. അതിൽ രാഷ്ട്രീയമില്ല. എല്ലാവരെയും യോജിപ്പിച്ച് ചേർത്ത് പിടിച്ച് നാടിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനം. നമ്മളെല്ലാം മനുഷ്യരാണ്. മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ മാതൃകാപരമായ പ്രവർത്തനമാണ് സൈറസിന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഇതിനാലെ എല്ലാ സഹായങ്ങളും ചെയ്ത എല്ലാവരെയും, പ്രത്യേകിച്ച് MLA അടക്കം, ഞാൻ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നു. നന്ദി. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാകുവാൻ ഈ ഗ്രാമപഞ്ചായത്തിന് വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം സംസ്ഥാന സർക്കാരിന്റെ പരമപ്രധാനമായ ലക്ഷ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ MLA ഇസ്ലാം ചടങ്ങിൽ അധ്യക്ഷനായി. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PP ആന്റണി, NK ബിജുമോൻ, സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M ഷീജ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി RR സൗമ്യ റാണി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നവംബർ 1 കേരളം ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. അബ്ദുൽ ഖാദർ മെമ്മോറിയൽ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും നവംബർ 1 ഒരു ദരിദ്രർ പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പറവൂർ അബ്ദുൽ ഖാദർ മെമ്മോറിയൽ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 64 മാർക്കറ്റാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കേരളത്തിൽ നിർമ്മിക്കുന്നത്. 64 മാർക്കറ്റ്, ഏതാണ്ട് 164 കോടി രൂപ ചെലവഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ തീരദേശത്ത് നിങ്ങളൊന്ന് പോയിക്കേ. ഈ ആലപ്പുഴ ജില്ലയിൽ 4 പ്രധാനപ്പെട്ട നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറും
ഒരു ചെറിയ ഹാർബർ മാത്രമായിരുന്നു ജില്ലയിലുണ്ടായിരുന്നെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിലെ ചെത്തി ഹാർബർ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണെന്നറിയോ? 100-200 കോടി രൂപയുടെ പ്രൊജക്ട് ഈ ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന് തുടങ്ങി പൂർത്തീകരിക്കാൻ പോവാണ്. സലാം പറഞ്ഞത് മാത്രമല്ല, സലാം പറയാത്തതടക്കം ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഈ 4 വർഷം കൊണ്ട് ചെയ്യും. ഈ 5 വർഷം തന്നെ 1 വർഷം ഫ്രീയാ, ബാക്കി നോക്കി വീണ്ടും ചെയ്യും. അല്ല സലാം പറഞ്ഞു പോവല്ലേ ചെയ്തത് കേട്ടോ. എച്ച് സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, ജയപ്രസിഡന്റ് R വിനോദ് കുമാർ, LSGDA അശ്വനി, പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K സുജാത, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജില്ലയുടെ ആഘോഷമാക്കി മാറ്റുമെന്ന് മന്ത്രി സജി ചെറിയാൻ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് സ്കൂളിൽ ജൂൺ 2-ന് നടക്കുന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജില്ലയുടെ ആഘോഷമാക്കി മാറ്റുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രവേശനോത്സവ ഒരുക്കങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പുതുതായി പ്രവേശനം നേടുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകാനും സ്കൂൾ ആർട്ട് ഗ്രൂപ്പും സമഗ്ര ശിക്ഷ കേരളയും അധ്യാപകരും ചേർന്ന് ക്ലാസ് മുറികൾ അലങ്കരിക്കാനും തീരുമാനിച്ചു. പ്രവേശനോത്സവ ദിവസം വേദിക്ക് സമീപം പാർക്കിങ്ങിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ADM ആശാ C എബ്രഹാം, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ES ശ്രീലത, സമഗ്ര ശിക്ഷ കേരളം ആലപ്പുഴ DPC MS വിനോദ്, ജനപ്രതിനിധികൾ, അധ്യാപക രക്ഷകർതൃ സംഘടനാ പ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കുട്ടികളെ ലക്ഷ്യബോധമുള്ള നല്ല പൗരന്മാരാക്കി വളർത്തണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അഭിപ്രായപ്പെട്ടു. പുതിയ കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി കുട്ടികളെ ലക്ഷ്യബോധമുള്ള നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അഭിപ്രായപ്പെട്ടു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അമിത മൊബൈൽ ഫോൺ ഉപയോഗം കുടുംബ ബന്ധങ്ങളിൽ അപജയങ്ങൾ ഉണ്ടാക്കുന്നു. ഈ രീതിക്ക് മാറ്റം വരണമെന്നും കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കണമെന്നും കളക്ടർ അഭിപ്രായപ്പെട്ടു. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള 40 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മെയ് 22-ന് വൈകിട്ട് 3:30-ന് നടക്കുന്ന സമാപന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റും MLA വിതരണം ചെയ്യും. ചടങ്ങിൽ ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് C ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ, നഗരസഭാംഗം പ്രഭ ശശികുമാർ, ശിശുക്ഷേമ സമിതി സെക്രട്ടറി KD ഉദയപ്പൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K നാസർ, ട്രഷറർ KP പ്രതാപൻ, എക്സിക്യൂട്ടീവ് അംഗം M നാജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് നിയമസഭാ സമിതി ചെയർമാൻ കൂടിയായ PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. അരൂക്കുറ്റി, പാണാവള്ളി പ്രദേശങ്ങളിലെ കായൽ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. മുഹമ്മയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും ഒക്കെയായി അവരുടെ പ്രശ്നങ്ങൾ ആരാഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഏതാനും പരാതികൾ ലഭ്യമായിട്ടുണ്ട്. ഏതാണ്ട് 35ഓളം വരുന്ന പരാതികൾ ഈ പര്യടനത്തിനിടയിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിട്ടുള്ളത് വേമ്പനാട് കായലിൻ്റെ പുനർജീവനം, ആ വേമ്പനാട് കായലിൻ്റെ മലിനീകരണത്തിന് പരിഹാരമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ വേമ്പനാട് കായലിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പോളപ്പായലിൻ്റെ വരവോടുകൂടി മത്സ്യബന്ധനം തന്നെ അസാധ്യമായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വേലിയേറ്റത്തിൻ്റെ സന്ദർഭത്തിൽ
ആലപ്പുഴയിലെ സിറ്റിംഗിന് ശേഷം അരൂക്കുറ്റി മത്സ്യ മാർക്കറ്റ്, പാണാവല്ലിയിലെ അരയൻകാവ് ജെട്ടി, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ടതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമിതി അംഗം NK അക്ബർ MLAയും സന്ദർശനത്തിനെത്തിയിരുന്നു. 30ഓളം പരാതികളാണ് സന്ദർശന വേളയിൽ സമിതിക്ക് മുമ്പാകെ എത്തിയത്. വേമ്പനാട് കായലിന്റെ പുനരുജ്ജീവനം, കായലിന്റെ മലിനീകരണം, പോളപ്പായൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, വേലിയേറ്റ സമയത്തിന് കായലോരത്തെ വീടുകളിൽ വെള്ളം കയറി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, തീരപ്രദേശ സംരക്ഷണം, കായലിന്റെ ആഴം കൂട്ടൽ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ സമിതിക്ക് മുമ്പാകെ വെച്ചത്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർഷിക കലണ്ടർ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെപ്പറ്റി സമിതി ചർച്ച ചെയ്യുമെന്നും MLA പറഞ്ഞു. തുടർന്ന് മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ സമിതി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ B ഷാനവാസ്, നിയമസഭാ സമിതി സെക്ഷൻ ഓഫീസർ J ജ്യോതിലാൽ എന്നിവരും സമിതിയോടൊപ്പം ഉണ്ടായിരുന്നു. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതോടെയാണ് ഇവിടം അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നത്. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാനും യാത്രയിൽ അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുവാനും ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറെ തിരക്കുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെയും ദേശീയപാത 66 സമാന്തരമായുള്ള പഴയനടക്കാവ് ആലപ്പുഴ KSRTC സ്റ്റാൻഡ് റോഡിന്റെയും സംഗമസ്ഥാനമായ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് കിഴക്ക് കൈതവന ജംഗ്ഷനിലാണ് സിഗ്നൽ ലൈറ്റുകൾ മെഴി തുറന്നത്. ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാവുകയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2 മരണങ്ങൾ സംഭവിക്കുകയും ഇവിടെ ചെയ്തിരുന്നു. മാസങ്ങൾക്കുള്ളിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ വാഹനത്തിരക്ക് 10 മടങ്ങായി വർദ്ധിക്കുമ്പോൾ ജംഗ്ഷൻ അപകടക്കണിയായി മാറാനുള്ള സാധ്യത ഏറെയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജംഗ്ഷൻ അപകടരഹിതമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി H സലാം MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയത്. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് 16 ലക്ഷം രൂപ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ അനുവദിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് KSTPയുടെ മേൽനോട്ടത്തിൽ സർക്കാരിന്റെ നോഡൽ ഏജൻസിയായ കെൽട്രോൺ സിഗ്നൽ ലൈറ്റിന്റെ പണി പൂർത്തിയാക്കി. ആലപ്പുഴയിൽ നിന്ന് കൈതവന ജംഗ്ഷനിലെത്തി കിഴക്കോട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് തിരിയുന്ന റോഡിൽ 30 സെക്കൻഡും, പഴയ നടക്കാവ് റോഡിൽ വടക്ക് നിന്നെത്തുന്ന വാഹനങ്ങൾ ജംഗ്ഷൻ കടന്നു നേരെ തെക്കോട്ട് സഞ്ചരിക്കാൻ 40 സെക്കൻഡും, പഴയ നടക്കാവിൽ നിന്ന് വടക്കോട്ടെത്തുന്ന വാഹനങ്ങൾക്ക് ജംഗ്ഷൻ മറികടക്കാൻ 20 സെക്കൻഡുമാണ് പ്രാരംഭഘട്ടത്തിൽ ചുവപ്പ് സിഗ്നൽ കാത്ത് കിടക്കേണ്ടി വരിക. വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ സമയക്രമത്തിൽ ആവശ്യമായ വ്യത്യാസം വരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. അമ്പലപ്പുഴ MLA H സലാം സിഗ്നൽ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. J വിനോദ് കുമാർ, OP ഷാജി, M മനോജ്, MS അരുൺ, ചിത്രകുമാർ, G പ്രസന്നൻ, വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടത് സർക്കാരിന്റെ കാലത്ത് തന്നെ 5,64,000 ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവംബർ 1 കേരളം ദരിദ്രമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ. അബ്ദുൽ ഖാദർ മെമ്മോറിയൽ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജില്ലയുടെ ആഘോഷമാക്കി മാറ്റുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളെ ലക്ഷ്യബോധമുള്ള നല്ല പൗരന്മാരാക്കി വളർത്തണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് നിയമസഭാ സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതോടെയാണ് ഇവിടം അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.